ഹലോ ഗായ്സ്. അപ്പോൾ എമ്പുരാൻ്റെ റിവ്യൂ. അപ്പോൾ രാവിലെ 6 മണിക്കത്തെ ഫാൻ ഷോ ഒക്കെ പോയി കണ്ടിട്ട് വരാണ്. സംഭവം എന്താ പറയുക, ഒരു രക്ഷയില്ല. എനിക്ക് ആസ് എ പേഴ്സൺ, ആസ് എൻ ഓഡിയൻസ്, അല്ലെങ്കിൽ ആസ് എ മോഹൻലാൽ ഫാൻ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ ഈ ഇൻസ്റ്റഗ്രാമിലെല്ലാം കയറിയപ്പോഴത്തേക്കിനും ഒരുപാട് നെഗറ്റീവ് റിവ്യൂസും കാര്യങ്ങളും കണ്ടു. ഇപ്പോൾ യൂട്യൂബിലായിക്കോട്ടെ, ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ, ഫേസ്ബുക്കിലായിക്കോട്ടെ, ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ്. ഇപ്പോൾ കഥ പോരാ, മേക്കിങ് പോരാ. മേക്കിങ്ങിന് പിന്നെ അത്ര മോശം പറയുന്നില്ല, പൃഥ്വിരാജ് ആക്ച്വലി നന്നായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ BGM പോരാ. ചിലർ പറയുന്നത് BGM ഉഗ്രനാണ്. എനിക്ക് ആസ് എ പേഴ്സൺ ദീപക് ദേവ് അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. എസ്പെഷ്യലി അതിനകത്ത് ഒരാളുണ്ട്, നമ്മളെ ട്രെയിലറിൽ കാണിക്കുന്ന പുള്ളിക്കാരൻ്റെ ഒരു BGM ഉണ്ട്, അതൊരു രക്ഷയില്ല. അതെൻ്റെ തലേന്ന് പോകുന്നുണ്ടായില്ല. പിന്നെ മോഹൻലാലിൻ്റെ BGM ആണെങ്കിൽ ഉഗ്രനായിരുന്നു. സംഭവം പറയുകയാണെങ്കിൽ തന്നെ പടത്തിൻ്റെ സ്റ്റാർട്ടിങ് ഒബ്വിയസ്ലി അത് ശരിക്കും നമ്മൾ ഒരു ബാഹുബലി അല്ലെങ്കിൽ ഒരു രാജമൗലി പടം അല്ലെങ്കിൽ ഒരു പ്രശാന്ത് നീൽ ആ ഒരു ലെവലിലാണ് പടത്തിൻ്റെ സ്റ്റാർട്ടിങ് എടുത്തു വെച്ചിട്ടുള്ളത്. ഒരു രക്ഷയില്ലാത്ത രീതിക്കാണ് അത് പൃഥ്വിരാജ് ചെയ്തിട്ടുള്ളത്. പിന്നെ ലാലേട്ടൻ ഇൻട്രോ ആണെങ്കിൽ തന്നെ ഒരു എന്താ പറയുക, ഇപ്പോൾ ഇന്ത്യയിലൊന്നുമല്ല ഇൻട്രോ, വേറൊരു സ്ഥലത്ത് നല്ല കാശ് പൊട്ടിച്ച് അതുപോലത്തെ ഒരു ഇൻട്രോ ആണ് പൃഥ്വിരാജ് അവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. എനിക്ക് ആക്ച്വലി ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് ഒരു സ്ലോ പേസ് ഇങ്ങനെ പോയി, കഥയൊക്കെ ഒന്ന് ബിൽഡ് ചെയ്ത് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കിയിട്ട് സെക്കൻഡ് ഹാഫിലോട്ട് എത്തുന്നത് വരെ, ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു പകുതി വരെ ഒരു സ്ലോ പേസ് പോയിട്ട് പിന്നീട് അങ്ങോട്ടൊരു ഒറ്റ കയറ്റം, പിന്നെ ഫുൾ ഹൈ മൊമെൻറ്റ്സ് തന്നെയാണ്, മാക്സിമം ഹൈ മൊമെൻറ്റ്സ് ആണ്. പിന്നെ ബാക്കി കുറേ കാര്യങ്ങളൊന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല, സ്പോയിലറായിപ്പോൾ. ഞാൻ മാക്സിമം സ്പോയിലർ ഇല്ലാതെയാണ് പറയാൻ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും സെക്കൻഡ് ഹാഫ് വരെയും അത്യാവശ്യം അതായത് ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു ഹാഫ് വരെ ഒരു സ്ലോ പേസിൽ പോയിട്ട് പിന്നീട് നന്നായിട്ട് അങ്ങോട്ട് കയറുന്നുണ്ട്. സെക്കൻഡ് ഹാഫിൽ അടിച്ചങ്ങോട്ട് കയറുന്നുണ്ട്. ലാലേട്ടൻ്റെ ഫസ്റ്റ് ഇൻട്രോ ഒരു രക്ഷയില്ലാത്ത രീതിക്ക് വന്നിട്ടുണ്ട്. ലാലേട്ടനാണെങ്കിൽ സ്ക്രീൻ ടൈം കുറവാണ്. പിന്നീട് അതിനകത്ത് സെക്കൻഡ് ഹാഫിലൊരു ഇൻട്രോ പോലെ, അത് ഇൻട്രോ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഇൻസിഡൻറ്റിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ആ ഒരു ടൈമിൽ ലാലേട്ടൻ്റെ ഒരു ഇൻട്രോ ഉണ്ട്, അതും പൊളി, ഒരു രക്ഷയില്ലാത്ത രീതിക്ക് അതും എടുത്ത് വെച്ചിട്ടുള്ളത്. ഇത് ആക്ച്വലി ഒരു ഫാൻ ബോയ് മൊമെൻ്റ് ആണല്ലോ, അല്ലെങ്കിൽ ഒരു ഫാൻ ബോയ് സംഭവമാണ്. സോ ആ ഒരു ലെവലിലാണ് പൃഥ്വിരാജ് ചെയ്തു വെച്ചിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആക്ച്വലി നമ്മുടെ സകലമാന രാഷ്ട്രീയ പാർട്ടികളെ, നമ്മുടെ കേരളത്തിൽ കണ്ടിട്ടുള്ള എല്ലാ പാർട്ടികളും എടുത്തിട്ട് നന്നായിട്ട് അലക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു ഇഷ്യൂ, അത് നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ടുള്ളൊരു പ്രോബ്ലം, ആ ഒരു കാര്യത്തിന് നല്ല രീതിക്ക് ഒരു ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൊണ്ടിട്ട് തന്നെ ഒരു പക്ഷേ അതിൻ്റേതായിട്ടുള്ള ആളുകൾക്കും ഈ പടം ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നാം. സോ അവരുടെ സൈഡിൽ നിന്നെല്ലാം പടത്തിന് നെഗറ്റീവ് ക്യാമ്പയിൻസ് വരാം. ബട്ട് ആസ് എ ഫാൻ അല്ലെങ്കിൽ ആസ് എ വ്യൂവർ, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പടം കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. ഞാനിപ്പോൾ വെളുപ്പിന് 6 മണിക്ക് പോയി പടം കണ്ടു എന്നുള്ളത് വെച്ച് നോക്കുമ്പോഴത്തേക്കിനും ആസ് എ മോഹൻലാൽ ഫാൻ ഞാൻ കംപ്ലീറ്റ്ലി ഹാപ്പിയാണ്. പിന്നെ ഇതിനകത്ത് ആക്ച്വലി പൃഥ്വിരാജ് പറഞ്ഞ പോലെ തന്നെ എൻ്റെ ക്രെഡിറ്റിൽ എന്തോ സീൻ ഉണ്ടാകും, അത് കാണാൻ മിസ്സാക്കരുതെന്ന് പറഞ്ഞ് ഞാൻ ആ പേര് ലിസ്റ്റുകളെല്ലാം കഴിഞ്ഞവരായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും കണ്ടില്ല. ഞാൻ ഓർത്തിട്ട് നമ്മുടെ തിയേറ്ററിൽ മാത്രം വെക്കാത്തതാണെന്ന് ഓർത്തു. പക്ഷേ റിവ്യൂസ് നോക്കിയപ്പോഴത്തേക്കിനും അവിടെയും ഞാനിതൊന്നും കണ്ടിട്ടില്ല, അവരും ഇത് കണ്ടിട്ടില്ല എന്നുള്ള കേസാണ് പറയുന്നത്. ഞാൻ ആക്ച്വലി ഒരു പ്രൊഫഷണൽ റിവ്യൂവറൊന്നും അല്ല. സോ എനിക്ക് അത്ര മൂവി റിവ്യൂ ചെയ്തും വലിയ പരിചയമില്ല. എന്നിരുന്നാലും ഞാൻ മാക്സിമം സ്പോയിലേഴ്സൊന്നും ഇല്ലാതെ തന്നെ ഈ ഒരു പടത്തിൻ്റെ റിവ്യൂ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആസ് എ ഫാൻ അല്ലെങ്കിൽ ആസ് എ ഒരു വ്യൂവർ എന്നുള്ള രീതിക്ക് നമുക്ക് നല്ല രീതിക്ക് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ കിട്ടും. നിങ്ങൾ എന്തായാലും ഇത് തിയേറ്ററിൽ തന്നെ മസ്റ്റ് വാച്ചാണ്. എന്തായാലും തിയേറ്ററിൽ തന്നെ കാണണം. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. കീപ്പ് ഇൻ ടച്ച്. ഓക്കെ, ബൈ.